എല്ലാറ്റിൻ്റെയും തുടക്കം വാക്കുകളിൽ നിന്നും ചിന്തയിൽ നിന്നുമാണെന്ന് നമുക്കറിയാം. അതാണ് പിന്നീട് ആക്ഷനായി മാറുന്നത്, പ്രവൃത്തിയായി മാറുന്നത്. അത് നല്ല രീതിയിലുള്ള പ്രവൃത്തിയാകാം, ചീത്ത രീതിയിലുള്ള പ്രവൃത്തിയാകാം, അക്രമങ്ങളാകാം. എന്തായാലും ഇപ്പോഴിത് പറയാനുള്ള കാരണം ഈ റേസിസം തഴച്ചു വളരുന്ന 2-3 സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് പ്രസിഡൻറ്റ് ട്രംപ് ഒരുക്കിയ ദീപാവലിയാണ്. ദീപാവലി ആഘോഷം. വൈറ്റ് ഹൗസിൽ ദീപാവലി ആഘോഷിക്കുന്നത് ആദ്യമൊന്നുമല്ല. പ്രസിഡൻറ്റ് ട്രംപ് തന്നെ നേരത്തെ ദീപാവലി ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നുമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്രാവശ്യം ഉണ്ടായത്. ഇപ്രാവശ്യത്തെ ദീപാവലിയിൽ ഏതാണ്ട് 10-20 പേരെ പങ്കെടുത്തുള്ളൂ. പ്രധാനമായിട്ടും 2-3 ടെക് കമ്പനികളുടെ സിഇഒമാർ, അഡോബിൻ്റെ ശന്തനു നാരായണൻ, മൈക്രോണിൻ്റെ സഞ്ജയ് മെഹ്റോത്ര, അങ്ങനെ ചുരുക്കം പേര്, ഇന്ത്യൻ അംബാസഡർ വിനയ് കബാത്ര, പിന്നെ ഈ നാഷണൽ ഇൻ്റലിജൻസിൻ്റെ ഡയറക്ടർ തുളസി ഗബാർഡ്, FBI ഡയറക്ടർ കാഷ് പട്ടേൽ, അങ്ങനെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആളുകൾ. അപ്പോൾ അതിൽ വിളക്ക് തെളിയിച്ചുകൊണ്ട് പ്രസിഡൻറ്റ് ട്രംപ് നടത്തിയ ഉജ്ജ്വല പ്രസംഗം അത് ഗംഭീരമായിരുന്നു. അദ്ദേഹം പറയുന്ന ഇഗ്നറൻസിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് വരുന്ന ആഘോഷമാണിത്. ദീപാവലി. ആ ദീപാവലി ആഘോഷിക്കുന്ന എല്ലാ അമേരിക്കക്കാരെയും സല്യൂട്ട് ചെയ്യുന്നു. ഇന്ത്യയെപ്പറ്റി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് രാവിലെ സംസാരിച്ചു. താരിഫിനെ പറ്റിയാണ് പ്രധാനമായിട്ട് സംസാരിച്ചത്. അപ്പോൾ അതിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ താരിഫ് കുറയ്ക്കുമെന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹം നൽകിയത്. ഇപ്പോൾ 50%, അത് 16% ആകുന്നു എന്നാണ് ഇന്ത്യൻ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിനു പുറമെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു മഹാനാണെന്നും റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത്, എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറയ്ക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി മോഡിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ എണ്ണ വാങ്ങലും റഷ്യയ്ക്ക് കാശ് കൊടുക്കുന്നതും ഒഴിവാക്കാനുള്ളൊരു ശ്രമമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം നല്ലതാണെന്ന് ഉള്ള സൂചനയാണ് പ്രസിഡന്റ് നൽകിയത്. അതിനോടൊപ്പം പ്രസിഡന്റ് പറഞ്ഞ മറ്റൊന്ന്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവരുമായിട്ടൊരു യുദ്ധത്തിന് താല്പര്യമില്ല. ആ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനൊരു പങ്ക് വഹിച്ചു എന്നുള്ള രീതിയിലാണ് പ്രസിഡന്റ് ഇപ്പോഴും സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും, ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് പാകിസ്ഥാനെ പ്രസിഡന്റ് പ്രേരിപ്പിച്ചുകൊണ്ടായിരിക്കുമല്ലോ അവർ ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തിയതും ഇന്ത്യ ആ ചർച്ചയ്ക്ക് അനുകൂലമായിട്ട് നീങ്ങുകയും ചെയ്തത്. പക്ഷേ ഇന്ത്യ പറയുന്നത്, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മൂന്നാം കക്ഷിയെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ഈ പരസ്യമായിട്ട് ഒക്കെ പറയേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് മറ്റൊരു കാര്യം. എന്തായാലും ഈ ദീപാവലി ആഘോഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടായ ഈ എക്സിലും മറ്റും ഉണ്ടായ ആക്രമണമാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ പല കമൻറ്റ് ഇട്ട പലരും പറഞ്ഞിരിക്കുന്നത്, വൈറ്റ് ഹൗസിൽ ഒരു പാഗൻ റിലിജൻ്റെ മറ്റൊരു പുരാതന മതം, പാഗൻ ആയിട്ടുള്ളൊരു മതം, പാഗൻ എന്നുള്ളതിന് ശരിക്കുള്ള മലയാളം എന്താണ്, അങ്ങനെ ഉള്ള ഒരു പ്രാകൃത മതം, അതിൻ്റെ ഒരാഘോഷം നടത്തിയത് ശരിയായില്ല. പ്രസിഡന്റ് വിളക്കുകൾ തെളിയിച്ചത് ശരിയായില്ല. അതിനു പുറമെ ഇതൊരു ക്രിസ്ത്യൻ രാജ്യമാണ്. ക്രിസ്തീയ ആഘോഷങ്ങൾ മാത്രമേ അവിടെ പാടുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യക്കാരെന്താ താജ്മഹലിൽ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ടോ? ഇങ്ങനെയുള്ള കമൻറ്റുകളാണ് പലതും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മയൊക്കെ പെട്ടെന്ന് ആശങ്കപ്പെടുത്തുന്നില്ലെങ്കിൽ കൂടി ഭാവിയിലേക്ക് ഉള്ളൊരു ചൂണ്ടുവലൊക്കെ പോലെയാണ് നമുക്കത് തോന്നുന്നത്. കാരണം ഇങ്ങനെയുള്ള വാക്കുകളും വെറുപ്പിൻ്റെ ഇത്തരം ആശയങ്ങളുമാണ് പിന്നീട് അത് പല രീതിയിൽ മറ്റുള്ള കാര്യങ്ങളിൽ പ്രതിഫലിക്കുക. അപ്പോൾ ഇതിൽ ചിലർ പറഞ്ഞത്, ഈ ഇന്ത്യയിലെ ആഘോഷങ്ങൾ അതൊന്നും അമേരിക്കയെ കൊണ്ടുവരേണ്ട കാര്യമില്ല, അത് ഇന്ത്യയിൽ മാത്രം മതി. ഈ രീതിയിൽ ഇവിടെ ഈ ക്രിസ്ത്യൻ രാജ്യമായിട്ട് തന്നെ അമേരിക്ക നിലകൊള്ളണം, മറ്റൊന്നിനും ഇവിടെ സ്ഥാനമില്ല. ഈ രീതിയിലാണ് പലരും സംസാരിച്ചത്. കാഷ് പട്ടേൽ ദീപാവലി ആഘോഷം ആശംസ പങ്കുവച്ചതിനെയും പലരും ചോദ്യം ചെയ്തു. കാഷ് പട്ടേലിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, പക്ഷേ ദീപാവലി ആശംസയൊന്നും പാടില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ചില കമൻറ്റുകളിൽ വന്നത്. അപ്പോൾ ഇതെല്ലാം കമൻറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ്, ഈ യങ് റിപ്പബ്ലിക്കൻ ക്ലബ്ബിൽ നടന്ന രഹസ്യ ചാറ്റ് നടത്തിയപ്പോൾ തന്നെ അതിലാരോ പറഞ്ഞിരുന്നു, ഈ ചാറ്റ് നടത്തുന്നതൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പലരുടെയും ജോലി പോകും, നമ്മുടെയൊക്കെ പലരുടെയും ഭാവി അപകടത്തിലാകുമെന്ന്. എന്തായാലും ആ ചാറ്റ് രഹസ്യമായിട്ട് നടത്തിയ ചാറ്റാണ്. പക്ഷേ അത് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ദേശവ്യാപകമായിട്ടുള്ള യങ് റിപ്പബ്ലിക്കൻസ് പങ്കെടുത്തതാണ്. അവർ പലരും ഹിറ്റ്ലറെ പുകഴ്ത്തുക,
നാസിസത്തെ പുകഴ്ത്തുക, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യക്കാരെയും ചൈനക്കാരെയും പിന്നെ അവഹേളിക്കുക, ഇതൊക്കെയായിരുന്നു അതിൽ പ്രധാനമായിട്ടുള്ളത്. ഇന്ത്യക്കാരെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഏതോ ഒരു ഇന്ത്യൻ സ്ത്രീയെ ഡേറ്റ് ചെയ്ത കാര്യം പിന്നെ ഒരാൾ പറയുന്നു അവൾ തടിച്ചായിരുന്നു, അപ്പോഴത്തേക്ക് വേറൊരാൾ പറയുന്നു അവർ കുളിക്കുകയില്ല. ഈ രീതിയിലുള്ള പിന്നെ അതായത് നാറ്റം, ഇന്ത്യക്കാർക്ക് നാറ്റമുണ്ട് എന്നുള്ള രീതിയിൽ പിന്നെ ആ രീതിയിലുള്ള സംസാരങ്ങൾ. അപ്പോൾ എന്തായാലും അതിൻ്റെ പ്രതിഫലനമായിട്ട് ഇത് പിന്നെ പുറത്തു വന്നതിന് ശേഷം ന്യൂയോർക്കിലെ റിപ്പബ്ലിക്കൻ ക്ലബ്ബ്, യങ് റിപ്പബ്ലിക്കൻ ക്ലബ്ബ് പിരിച്ചുവിട്ടു. പിന്നെ വേറെ ഏതോ സ്റ്റേറ്റിൽ പിന്നെ ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ അയക്ക് ജോലി പോയി. ഇപ്പോഴിതാ പുതിയതായിട്ട് ഈ വൈറ്റ് ഹൗസിൽ പിന്നെ സ്പെഷ്യൽ കൗൺസിലായിട്ട് നിയമിച്ച പോൾ ഇൻഗ്രാസിയ എന്ന് പറഞ്ഞ ഒരു 30 വയസ്സേ ഉള്ളൂ. അയാൾ ആ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് പിന്മാറി. കാരണം അയാൾ പറഞ്ഞത് അയാളുടെ ഉള്ളിൽ ഒരു നാസി സ്ട്രീക്കുണ്ട്, ഒരു നാസിയുടെ ഒരു സ്വഭാവം അയാളുടെ മനസ്സിലുണ്ട് എന്ന് പരസ്യമായിട്ട് പറയുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യക്കാരെയും ചൈനക്കാരെയും വെറുക്കുന്ന കാര്യവും പിന്നെ പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവർക്ക് പോലും അത്തരം കാര്യങ്ങൾ ക്ഷമിക്കാനായില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ മറ്റൊന്നുകൂടെ കഴിഞ്ഞ ദിവസം കണ്ടു. പിന്നെ വൈറ്റ് ഹൗസ് സെക്രട്ടറിയോട് പിന്നെ പ്രസിഡൻറ്റ് ബുഡാപെസ്റ്റിൽ വെച്ച് പിന്നെ പുട്ടിനെ കാണുന്നു. അപ്പോൾ അതിന് ബുഡാപെസ്റ്റ് വെച്ച് പണ്ടെങ്കോ കണ്ടതിന് ശേഷം എന്തോ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അത് പ്രസിഡൻറ്റിന് അറിയാവോ എന്നുള്ള രീതിയിൽ ഈ ഹഫിംഗ്ടൺ പോസ്റ്റിൻ്റെ ഒരു SV ഡാറ്റെ എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ ഇന്ത്യക്കാരനാണോ എന്ന് സംശയമുണ്ട്. പിന്നെ അയാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കല്ല ടെക്സ്റ്റ് ചെയ്തു. അപ്പം അത് പിന്നെ അതിനെപ്പറ്റി ഈ പ്രസിഡൻറ്റ് പിന്നെ വൈറ്റ് ഹൗസിലെ സ്പോക്സ് വുമൺ കരോളിൻ ഡീവറ്റ് തിരിച്ചു പറഞ്ഞത് പിന്നെ ഇതാരാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ അമ്മ എന്നുള്ള രീതിയിൽ മറുപടി പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്തൊരു ഹീനമായ ഒരു മറുപടിയാണെന്ന് എനിക്ക് പിന്നെ തോന്നിപ്പോവുകയും ചെയ്തു. ഒരു വൈറ്റ് ഹൗസ് സ്പോക്സ് പേഴ്സൺ അപ്പനും അമ്മയ്ക്കും പറയുന്ന ആ രീതിയിലേക്ക് പിന്നെ ആ രീതിയിലൊക്കെ സംസാരിക്കാമോ? എന്തായാലും പിന്നെ ഇങ്ങനെയുള്ള രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് ആ രീതിയിലുള്ള ഒരു മറുപടിക്ക് പകരം ഈ വ്യക്തിപരമായ ഒരു മറുപടി ഉണ്ടാവുന്നത് ശരിയാണോ? അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് ഈ പിന്നെ ടർക്സിൻ്റെ യങ് റിപ്പബ്ലിക്കൻ ക്ലബിൻ്റെ കാര്യം പറഞ്ഞു. അതിന് മുമ്പാണ് നമ്മുടെ പിന്നെ ഫ്ലോറിഡയിലെ പാംബേയിൽ നിന്ന് അവിടെ സിറ്റി കൗൺസിലർ പിന്നെ ചാൻഡലർ ലാങ്വിൻ അദ്ദേഹം പറഞ്ഞത് സകല ഇന്ത്യക്കാരെയും പുറത്താക്കണം, ഒറ്റ എണ്ണത്തിന് അമേരിക്കയോട് കൂറില്ല, അമേരിക്കയെ ചൂഷണം ചെയ്യാനാണ് ഇവർ വന്നിട്ട് ഇവിടെ കാശുണ്ടാക്കിയിട്ട് അവർ തിരിച്ചു പോകും. എന്നിട്ട് അങ്ങേര് പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതായത് വേഴ്സ് സം ഓഫ് ദം സ്റ്റേ ഹിയർ. അതിൽ ഈ തിരിച്ചു പോകുന്നതിന് കുഴപ്പമില്ല, അതിനേക്കാൾ കഷ്ടമാണ് കുറേ പേര് ഇവിടെ തങ്ങുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് പറയുന്നുവെങ്കിൽ, ആ നീരസം വരുന്നുവെങ്കിൽ നമ്മളും പിന്നെ ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ഒന്ന് സ്വയം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഭാഗത്തും തെറ്റുകളുണ്ടോ? നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഭാഗമായി മാറുന്നില്ലേ? ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുന്നില്ലേ? നമ്മളിവിടെ ജീവിക്കുകയും ഇവിടെ പൗരത്വം എടുക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ എന്നും ജീവിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ ഇതിൻ്റെ ഭാഗമാണ് നമ്മൾ മാറി നിൽക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ മാറി നിൽക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് വരുന്നതിലും പിന്നെ ഒരു സാങ്കത്യവുമില്ല താനും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ ഭാഗത്ത് ഇപ്പം നമ്മളെപ്പറ്റി പല ഇന്ത്യക്കാരെ പറ്റിയുള്ള ആക്ഷേപങ്ങളിലൊന്നും വിയർപ്പ് നാറ്റവുമായിട്ട് പല സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലൊക്കെ ചെല്ലും. പിന്നെ കാണുന്നത് ഒക്കെ തുപ്പും. പിന്നെ അതുപോലെ തന്നെ ഈ സംസാരിക്കുന്നതിൽ പിന്നെ ഒരു ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ പറയാനായിട്ട് പറയില്ല. പിന്നെ ഈ മറ്റാളുകളെ ഇല്ലാത്ത രീതിയിൽ ഉച്ചത്തിലുള്ള സംസാരവും ബഹളവും ആ രീതിയിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ വെച്ച് അങ്ങനെ മറ്റുള്ളവരെ പിന്നെ ഒരു കരുതലില്ലാത്ത സമൂഹമായിട്ട് നമ്മൾ മാറുന്നു. ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ പൊതുവേ കേൾക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളും മനസ്സിലാക്കുകയും പലതും നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണെന്നുള്ളത് സത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു മാറ്റം നമ്മുടെ ഭാഗത്തും ഉണ്ടാവുകയും വേണ്ടതാണ്. നമ്മുടെയൊക്കെ സാമൂഹിക നേതാക്കൾ പിന്നെ ഇവിടെയുള്ള ആളുകളെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനുള്ളൊരു ബാധ്യത നമ്മുടെയൊക്കെ കമ്മ്യൂണിറ്റി നേതാക്കന്മാർക്കുണ്ട്. കമ്മ്യൂണിറ്റി നേതാക്കന്മാർക്കും മതപുരോഹിതർക്കും ഒക്കെ ഉണ്ട്. ഇന്ന രീതിയിലേ പെരുമാറാവുള്ളൂ, ഇന്നടത്ത് ചെന്നാൽ ഇന്ന രീതിയിലായിരിക്കണം പെരുമാറേണ്ടത്, നമ്മുടെ നാട്ടിലെ പോലെ അല്ലെ ആ രീതിയിലല്ല പെരുമാറേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ആവശ്യവുമാണ്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇതിൻ്റെ കൂടെ വേറൊന്നുകൂടി ഇന്ന് കണ്ട മറ്റൊരു തമാശ കൂടെ. അപ്പോൾ പിന്നെ ഇന്ത്യക്ക് ഇപ്പോൾ 50% താരിഫ്, അത് ഏതാണ്ട് 16% കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ സൂചന. ഈ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും തമ്മിൽ ഉള്ള ചർച്ചയിൽ നിന്ന് ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് കണ്ടത്. അപ്പം മനോരമയിൽ ഇന്ന് കണ്ട ഹെഡിങ് ഇതാണ്: ഇന്ത്യയുടെ മുന്നിൽ അമേരിക്ക തോറ്റു, അങ്ങനെ പിന്നെ തീരുവ കുറയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഹെഡിങ്ങുകൾ പിന്നെ ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ
അങ്ങനെ തോന്നുമായിരിക്കും ഇന്ത്യയുടെ മുന്നിൽ അമേരിക്ക തോറ്റു. ഇപ്പോൾ ഇവിടെ അമേരിക്കയിൽ നിന്ന് നമുക്ക് പിന്നെ നമ്മളത് വായിക്കുമ്പോൾ അല്ല നമ്മളിത് കാണുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ തോൽക്കേണ്ട ഒരു കാര്യമുണ്ടോ? ഇവിടെ തോൽവിയുടെയോ വിജയത്തിൻ്റെ ഒരു പ്രശ്നമല്ല. ഇതെല്ലാം ഒരു പിന്നെ അന്നേരത്തെ താല്പര്യങ്ങളാണ്. ഈ ഓരോ രാജ്യത്തിൻ്റെയും പിന്നെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് ട്രംപിനെ പറ്റി നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസിഡന്റ് ട്രംപ് കടുത്ത നിലപാടെടുത്താലും പിന്നീട് അത് പല നിലപാടുകളിലും അദ്ദേഹം പിന്നോക്കം പോകുന്നത് കണ്ടിട്ടുണ്ട്, അയ്യെന്ന് കണ്ടിട്ടുണ്ട്. അത് പിന്നെ ആ ഒരു കടുംപിടുത്തമില്ല. അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പിന്നെ ഒരു കാര്യത്തിൽ കടുംപിടുത്തം എടുക്കുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ. ആവശ്യമുള്ള സമയത്ത് മാറ്റങ്ങൾ വരുത്താനുള്ള ആ സന്നദ്ധതയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ പ്രസിഡൻറ്റിനൊപ്പം നിൽക്കുന്ന ആളുകൾ അതിക്രൂരമായിട്ടൊക്കെ പെരുമാറുന്നത് നമ്മൾ കാണാറുണ്ട്. അതാണ് ഇമിഗ്രേഷൻ റെയ്ഡുകളും ഈ വഴിയെ പോകുന്ന മനുഷ്യരെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് നിരത്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യുകയും പിന്നെ സർവാംഗം വിലങ്ങ് വെക്കുകയൊക്കെ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വാസ്തവം പറഞ്ഞാൽ അത് കഷ്ടമാണ്, ഖേദകരമാണ്. അമേരിക്ക ഒരു ബിഗ് കൺട്രി അല്ലേ. അമേരിക്ക ഈസ് ബിഗ്, അമേരിക്ക ഈസ് ഗ്രേറ്റ്, അമേരിക്ക ഈസ് ബിഗ് ഓൾസോ. അത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇവിടെ വർഷങ്ങളായിട്ട് ജീവിക്കുന്നവരും ഇവിടെ ആവശ്യമുള്ളവരുമാണ് അവരില്ലാത്തതുകൊണ്ട് ഈ രാജ്യം പിന്നെ രാജ്യത്തിന് കുറവേ വരുന്നുള്ളൂ, ദോഷമേ വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അവരെയൊക്കെ ഓടിച്ചു വിടേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതേസമയം തന്നെ അനിയന്ത്രിതമായി ആളുകൾ വരുന്നത് തടയുകയും വേണം. അപ്പോൾ ഇതെല്ലാം നമ്മുടെയൊക്കെ മനസ്സിലിരിക്കുന്ന ആഗ്രഹങ്ങളും ചിന്തകളും.